കഥയെ ആരംഭിക്കുന്നത് ഇന്ദർലാൽ എന്ന പേരുള്ള ഒരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ദർ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ വിജയം നേടിയിരുന്നു. ഏവരും അവനെ അഭിനന്ദിക്കുന്നും മറ്റുമുണ്ട്. ഏവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങി ഇന്ദർ തന്റെ വലിയ ബംഗ്ലാവിലേക്കെത്തി വൈനും മദ്യവും ഒക്കെ വെക്കുന്നയിടത്ത് പോയി ഒരു വൈൻ ബോട്ടിലെടുത്ത് അതുമായി തന്റെ പറമ്പിലേക്കിറങ്ങി. അവിടെ വളരെ വലിയൊരു മരമുണ്ടായിരുന്നു. അവനെ അഭിനന്ദിക്കാൻ എന്നവണ്ണം ആ മരം പോലും പൂക്കൾ ചൊരിഞ്ഞു. അവൻ ആ മരത്തിലേക്ക് ഉറ്റുനോക്കി. അതിലൊരെഴുത്ത് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു: സരസ്വതി പരിഹാർ. 1994 മുതൽ 2015 വരെ. വേദനയോടെ അവനതിൽ ഒന്ന് കൈതലോടി. കഥ അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നു. ഇന്ദർ ഒരു കമ്മ്യൂണിറ്റിയിലായിരുന്നു ജീവിച്ചിരുന്നത്. വളരെ അലസമായി കാര്യമായി ഒന്നും നോക്കാതെ ജീവിച്ചിരുന്ന ഒരു പ്രകൃതം. ആ സമയത്ത് ഇന്ദർ താമസിച്ചിരുന്ന അതേ അപ്പാർട്ട്മെന്റിന്റെ മുകൾ നിലയിലുള്ള ഫ്ളാറ്റിലായിരുന്നു സരു എന്ന് ഏവരും വിളിക്കുന്ന സരസ്വതി തന്റെ കുടുംബത്തിനൊപ്പം ജീവിച്ചിരുന്നത്. സരസ്വതിക്ക് അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണുള്ളത്. സരസ്വതി നിലവിൽ ഒരു ലൈബ്രറിയനായി ജോലി നോക്കുകയാണ്. സരസ്വതിയുടെ അച്ഛൻ വളരെ കാർക്കശ്യക്കാരനായ ഒരു തെലുങ്ക് ബ്രാഹ്മണായിരുന്നു. പൂർണ്ണമായ ചിട്ടവട്ടങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി. പുറത്തുനിന്നുള്ള ഭക്ഷണം പോലും വീട്ടിൽ അദ്ദേഹം അലോ ചെയ്യുമായിരുന്നില്ല. സരസ്വതിക്ക് വിവാഹ ആലോചനകളും ആ സമയം നടക്കുന്നുണ്ട്. പക്ഷേ ഒരാലോചന പോലും നല്ല രീതിയിൽ അവൾ കൊത്തുവരുന്നുണ്ടായിരുന്നില്ല. അന്നും ഒരാലോചനയുടെ പേരിൽ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ വൈകാതെ വരന്റെ കൂട്ടരുടെ ഫോൺ കോൾ സരസ്വതിയുടെ അച്ഛനെ തേടിയെത്തി. തങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നെന്നും ആ ലിസ്റ്റിൽ ആദ്യത്തെ പെൺകുട്ടിയെ മകൻ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടെന്നും അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയാണ് എന്നുമായിരുന്നു അവർ പറഞ്ഞത്. അതോടെ ആ വിവാഹാലോചനയും മുടങ്ങി. സരസ്വതിയോടും റെഡിയായിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞു. ജോലിക്ക് പോകാമെന്നും. വിവാഹം മുടങ്ങിയതിൽ അവരെക്കാൾ ഒക്കെ പ്രശ്നമുള്ള ഒരാൾ സരസ്വതിയുടെ സഹോദരി കാവേരിയായിരുന്നു. കാവേരിക്ക് ഒരു പ്രണയബന്ധമുണ്ട്. കാമുകൻ UK പോകുന്നതിനു മുമ്പേ അവനെ വിവാഹം കഴിക്കാനാണ് കാവേരി ആഗ്രഹിക്കുന്നത്. പക്ഷേ സരുവിന്റെ വിവാഹം ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ട് അവളുടെ വിവാഹവും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയോട് തന്റെ പരിഭവങ്ങളൊക്കെ കാവേരി വലിയതോതിൽ ദേഷ്യപ്പെട്ടു പറഞ്ഞു. പിന്നാലെ ജോലിക്ക് പോവാൻ തയ്യാറായ സരുവിനോടും അവളുടെ രൂപത്തെയും അവളുടെ സ്വഭാവത്തെയും ഒക്കെ കളിയാക്കി അവൾ, നിനക്ക് ഞങ്ങള് തന്നെ പയ്യനെ നോക്കണോ? നിനക്ക് തന്നെ ഒരാളെ കണ്ടെത്തിക്കൂടെ? നോക്കിക്കോ, ഞാൻ ഒളിച്ചോടിപ്പോവും എന്നൊക്കെ ദേഷ്യത്തിലും അവളോട് പറയുന്നുണ്ട്. പാവം സരു പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാ? വരുന്നവർക്ക് ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെപ്പോലുള്ളവർക്ക് ഫാമിലി ഒരാളെ കണ്ടെത്തി തന്നാലേ അത് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നു. പിന്നാലെ അച്ഛനും മകളും ഒന്നിച്ച് ജോലിക്ക് പോവാനിറങ്ങി. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ സ്റ്റെയർ വഴി സരുവും അച്ഛനും ഇറങ്ങി വരികയാണ്. ഇറങ്ങിച്ചെന്നപ്പോ അവര് കണ്ട കാഴ്ച ഇന്ദറും ഗേൾഫ്രണ്ടും അടുത്തിടപഴകി നിൽക്കുന്നതായിരുന്നു. അതും ഗേൾഫ്രണ്ട് വന്ന് ലിഫ്റ്റ് തുറന്നിട്ടതുകൊണ്ടാണ് ലിഫ്റ്റ് മുകളിലേക്ക് വരാതിരുന്നതും. അത് കണ്ട് അസ്വസ്ഥനായി സരുവിന്റെ അച്ഛൻ വലിയതോതിൽ ദേഷ്യപ്പെടുന്നുണ്ട്. സരുവാണെങ്കിൽ അവരെ കണ്ടെങ്കിലും മുഖം വെട്ടിച്ച് അവിടെ നിന്ന് നടന്ന് ലിഫ്റ്റിലേക്ക് കയറി. സരു മുന്നോട്ടു പോകുമ്പോ ഇന്ദർ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. താഴേക്കെത്തിയ സരുവിന്റെ അച്ഛൻ അന്ന് ആ കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറിയെ കണ്ടു. ഇന്ദറിന്റെ മേൽ പരാതി പറയാൻ തുടങ്ങി. ഇതുപോലുള്ളവരെ കമ്മ്യൂണിറ്റിയിൽ പാർപ്പിക്കാൻ പറ്റില്ലെന്നും ദേഷ്യപ്പെട്ട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് സെക്രട്ടറിയിൽ നിന്നും മറ്റാളുകളിൽ നിന്നുമായി ഇന്ദറെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. 13 വയസ്സു മുതൽ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് ഇന്ദർ. ഇന്ദറിന്റെ അച്ഛൻ വളരെ പ്രസിദ്ധനായ ഒരു വക്കീലാണ്. ഏറെ സമ്പന്നനും. ഇന്ദറിനും നിയമങ്ങളിലൊക്കെ വലിയ അറിവുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നാൽ ഇന്ദർ നിയമങ്ങൾ പറഞ്ഞ് വരുന്നവരുടെ വായടപ്പിക്കും. പക്ഷേ അതൊന്നും തന്നെ സരുവിന്റെ അച്ഛന് പ്രശ്നമായിരുന്നില്ല. സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ ഡിസിപ്ലിൻ പാലിക്കാൻ ഏവരെയും നിർബന്ധിതരാക്കുന്നതൊക്കെയാണ്. നിങ്ങൾക്കതിന് പറ്റില്ലേ, ഞങ്ങൾ വേറെയാളെ എലക്ട് ചെയ്തോളാം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് സരുവിന്റെ അച്ഛൻ അവിടെ നിന്ന് മുമ്പോട്ട് നടന്നു. സരുവും അച്ഛനും ടാക്സിയിലായിരുന്നു ജോലി സ്ഥലത്തേക്ക് പോയത്. പോകുന്ന വഴിയിൽ പ്രണയകവിതകളുടെ ഒരു ബുക്ക് എടുത്ത് സരു വായിക്കുന്നുണ്ട്. അവളുടെ അച്ഛന് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പറഞ്ഞു, ഇതുപോലത്തെ ബുക്കൊക്കെ വായിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ്. ഇതുകൊണ്ട് ഐക്യു വളരുവൊന്നുമില്ല. എന്തെങ്കിലും പ്രയോജനമുള്ളത് വായിക്ക്. അങ്ങനെ സരസ്വതി തന്റെ ജോലി സ്ഥലത്തെത്തി. ആ സമയമാണ് അഭിമന്യു ശാസ്ത്രി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സരസ്വതിക്ക് അഭിമന്യുവിനോട് ഒരു ക്രഷുണ്ട്. അതുകൊണ്ട് തന്നെ അവന് വേണ്ട ചില സഹായങ്ങളൊക്കെ അവൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. മാർക്കറ്റ് റിസർച്ചും പേപ്പർ ശരിയാക്കി കൊടുക്കലുമൊക്കെ. അന്നും അഭിമന്യു അവൾക്കടുത്തെത്തി. അവൾ കഴിഞ്ഞ തവണ ചെയ്തു തന്ന കാര്യങ്ങൾ തനിക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന തരത്തിൽ അവളോട് സംസാരിച്ചു. പിന്നാലെ തനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് അഭിമന്യു അവളോട് തിരക്കി. അന്ന് അവന്റെ ബോസിന്റെ ഭാര്യയുടെ കീഴിൽ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട്. അണ്ടർ പ്രിവിലേജ്ഡ് ആയ കിഡ്സിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണത്. അതിൽ മാസ്കോട്ട് കോസ്റ്റ്യൂം ധരിക്കാം എന്ന് പറഞ്ഞിരുന്ന വ്യക്തി വന്നിരുന്നില്ല. തനിക്ക് വേണ്ടി സരസ്വതി അതൊന്നു ചെയ്യാമോ? വലിയ സഹായമായിരിക്കും എന്ന് അഭിമന്യു പറഞ്ഞു. സരസ്വതി ആദ്യമൊന്നും മടിച്ചെങ്കിലും അഭിമന്യു അവളുടെ കൈപിടിച്ച് മുടിയിലൊന്ന് തലോടി പറഞ്ഞതും അവൾ അതിൽ ഫ്ലാറ്റായി പോയി. സരസ്വതി അതിനൊക്കെ പറഞ്ഞു.
അന്നത്തെ പാർട്ടിയിൽ മാസ്കോട്ട് കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് കുട്ടികൾക്ക് മുമ്പിൽ ചെറിയ പ്രകടനമൊക്കെ നടത്തി സരസ്വതി അവരെ സന്തോഷിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് അഭിമന്യുവിന്റെ കൊളീഗ്സ് അങ്ങോട്ടേക്ക് വന്നത്. അവർ സരുവിന്റെ അടുത്ത് ചെന്ന് ഓരോ കമന്റുകൾ പറയാൻ തുടങ്ങി. ഇത്തവണ അഭിമന്യു നിനക്കെന്താടി ഓഫർ ചെയ്ത്? നിന്റെ കൈയൊന്ന് പിടിക്കാന്നാണോ അതൊന്ന് കെട്ടിപ്പിടിക്കാന്നോ? പിന്നെ നീ അഭിമന്യുവിന് അയച്ച ആ വാലന്റൈൻസ് ഡേ കാർഡില്ലേ രഹസ്യമായിട്ട്, അത് ഓഫീസിലെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടോ? അതൊക്കെ കേട്ടതും സരുവിന് വല്ലാതെ ഹർട്ടായി. വേദനയോടെ അവൾ അവിടെ നിന്ന് പോരുകയാണ്. ലിഫ്റ്റിൽ കയറി കരഞ്ഞവൾ നിൽക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഇന്ദർ വന്നത്. ഇന്ദർ വരുന്ന കണ്ടതും അവൾ മാസ്ക് എടുത്തു വെച്ചു. ലിഫ്റ്റിൽ കയറിയ ഇന്ദറിന് കരടി കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നത് സരുവാണെന്ന് മനസ്സിലായതുമില്ല. ലിഫ്റ്റ് മുകളിലേക്ക് പോവാൻ തുടങ്ങി. ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നതായിരുന്നു അവൻ. ഇടയ്ക്ക് വെച്ച് കരണ്ട് പോയി ലിഫ്റ്റ് സ്റ്റക്കായി. ലിഫ്റ്റിനകത്താണെങ്കിൽ കനത്ത ചൂടും. കുറച്ചു കഴിഞ്ഞതും നിൽക്കുന്നതൊരാണാകും എന്ന് ചിന്തിച്ച് ചൂട് സഹിക്കാൻ പറ്റാതെ ഇന്ദർ തന്റെ ഷർട്ട് ഊരി പാന്റ് ഊരാൻ തുടങ്ങിയതും പെട്ടെന്ന് സരു ഒച്ചയുണ്ടാക്കി തന്റെ മുഖം മൂടി ഊരി മാറ്റി. സരുവാണെന്ന് കണ്ടതും അവൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ധരിച്ചു. സരുവിനും മാസ്കോട്ട് കോസ്റ്റ്യൂം ധരിച്ചതുകൊണ്ട് കനത്ത രീതിയിൽ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അവളത് തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. ഇന്ദർ അവളെ സഹായിച്ചു. ഇന്ദറെപ്പറ്റി മോശം ചിന്താഗതിയാണല്ലോ സരുവിനുള്ളത്. അതുകൊണ്ട് അവൾ അല്പം മടിക്കുകയും ഭയക്കുകയും ചെയ്തിരുന്നു. കരണ്ട് വന്ന് ലിഫ്റ്റ് ഓൺ ആയതും ഫ്ലോറിലേക്ക് എത്തിയ അവൾ വേഗത്തിൽ തന്റെ ലൈബ്രറിയിലേക്ക് പോയി. പക്ഷേ ഈ സമയം ലിഫ്റ്റിനുള്ളിൽ നിന്ന് മുഖം മൂടിയെടുക്കാൻ വിട്ടുപോയിരുന്നു. അതുമായിട്ടായിരുന്നു ലൈബ്രറിയിലേക്ക് ഇന്ദർ കടന്നു വന്നത്. ആ മുഖം മൂടി അവൻ സരുവിന് കൈമാറി. പിന്നാലെ സരുവിനോട് തനിക്ക് എവിടെ നിന്നും എന്തെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്തുതരം ബുക്കാണെന്ന് ചോദിച്ചതും 8 കൊല്ലത്തോളം ജയിലിൽ കഴിഞ്ഞ ഒരാൾ പുറത്തിറങ്ങുമ്പോ വായിക്കേണ്ട തരം ബുക്ക് എന്തെങ്കിലും എന്നായിരുന്നു ഇന്ദർ മറുപടി പറഞ്ഞത്. സരു അവന് ഒരു ബുക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് പലവട്ടം ഇന്ദർ സരുവിനെ കാണുവാനും ബുക്ക് റിട്ടേൺ ചെയ്യാനും ബുക്ക് എടുക്കാനുമൊക്കെയായി ലൈബ്രറിയിൽ എത്തിയിരുന്നു. പക്ഷേ ഒരു വട്ടം പോലും ഇന്ദറിനെ സരു കാര്യമായി ഗൗനിച്ചതേയില്ല. ഒരു ദിവസം സരുവും അച്ഛനും ലിഫ്റ്റിൽ വരുമ്പോ ഇന്ദറുമായി വഴക്കിട്ട് ഇന്ദറിന്റെ ഗേൾഫ്രണ്ട് പോകുന്നതും അവർ കണ്ടിരുന്നു. അടുത്ത ദിവസമായിരുന്നു ഒരു സംഭവം നടക്കുന്നത്. കാവേരിയുടെ ബോയ്ഫ്രണ്ടായ സഞ്ജയ് സരുവിനു വേണ്ടി ഡെൻമാർക്കിൽ ജോലി ചെയ്യുന്ന തന്റെ ഒരു ഫ്രണ്ടിന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പെണ്ണ് കാണാൻ വരുമ്പോൾ സരുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അവർ തിരുപ്പതിക്ക് ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. കുഴപ്പമില്ലെന്നും താൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും കൂടി അവരെ മീറ്റ് ചെയ്താൽ മതി എന്ന് സരുവിന്റെ അച്ഛൻ അവരോടായി പറഞ്ഞു. നല്ല പയ്യനാണെന്നും IIT IIM ആണെന്നും ബ്രാഹ്മിൺസ് ആണെന്നും അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ആ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു. സരുവാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ആരും സരുവിനോട് ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സഞ്ജയും കാവേരിയും കൂട്ടുകാരനും ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും സഞ്ജയും കൂട്ടുകാരനും ഇറങ്ങുകയാണ്. കാവേരി വലിയ ഉത്സാഹത്തിലായിരുന്നു. നിനക്ക് പറ്റിയ പയ്യനാ എന്നൊക്കെ പറഞ്ഞ് കാവേരി വന്നിരുന്നതും പയ്യന്റെ ഫോൺ മറന്നു വെച്ചത് അവൾ കണ്ടു. നല്ല അവസരമാ, നീ ഈ ഫോൺ കൊണ്ടുപോയി കൊടുത്ത് സംസാരിക്ക് എന്ന് പറഞ്ഞ് കാവേരി അവളെ പറഞ്ഞയച്ചു. താഴേക്കെത്തിയ അവൾ കേട്ടത് സഞ്ജയും കൂട്ടുകാരനും തമ്മിലുള്ള സംസാരമാണ്. കൂട്ടുകാരൻ സഞ്ജയോട് വലിയ തോതിൽ കയർക്കുകയായിരുന്നു. കാവേരിയെപ്പോലൊരു ബ്യൂട്ടി ക്യൂനിനെ നീ കണ്ടുപിടിച്ചു, എന്നിട്ട് ഈ ആന്റിയെപ്പോലുള്ള പെണ്ണിനെ എന്റെ തലേ കെട്ടാൻ നോക്കുന്നു. സരുവിനെ അപമാനിച്ചൊക്കെ അയാൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സഞ്ജയ് ഇതിനു മുമ്പ് 9 പേര് അവളെ റിജക്ട് ചെയ്തതാ എന്നുകൂടി പറയുന്നതടക്കം സരു കേട്ടിരുന്നു. അവൾക്ക് വലിയ ദേഷ്യവും സങ്കടവും വന്നു. ആ സമയം അങ്ങോട്ടേക്ക് വന്ന ഇന്ദറും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ സരു കാവേരിയുടെ മുമ്പിലെത്തി. എന്നെ എത്ര പയ്യന്മാർ റിജക്ട് ചെയ്തു എന്ന് സഞ്ജയോട് പറയാൻ നിനക്കെങ്ങനെ തോന്നി എന്ന് ചോദിച്ച സരു അവളോട് ദേഷ്യപ്പെട്ടു. കാവേരിയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഈ പയ്യനും നിന്നെ റിജക്ട് ചെയ്തു, നിന്നെപ്പോലുള്ള ആന്റി ആരാ കെട്ടുക? നീ കാരണം ഇപ്പോ സഞ്ജയ് എനിക്ക് നഷ്ടപ്പെടും. നീ കല്യാണം കഴിക്കുന്നവരെ നോക്കി നിൽക്കാനൊന്നും അവന് പറ്റില്ലെന്നാ പറയുന്നേ. 1 മാസത്തെ സമയം അവൻ എനിക്ക് തന്നെ, അതിനുള്ളിൽ വിവാഹം നടന്നില്ലേ, എന്നെ മറന്നേക്കാനാ അവനിപ്പോ പറഞ്ഞത് എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞു. സരുവിനും സങ്കടം തോന്നി. സരു സോറി പറയാൻ ശ്രമിച്ചെങ്കിലും കാവേരി ദേഷ്യത്തിലായിരുന്നു. ഞാൻ അവന്റെ ഒപ്പം ഒളിച്ചോടി പോവുക എന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ എടുക്കാൻ കാവേരി ശ്രമിച്ചപ്പോ വേണ്ടെന്നും എത്രയും വേഗം ഞാൻ ഒരാളെ കണ്ടെത്തിക്കോളാം എന്നും സരു അവളോട് പറഞ്ഞു. അവളുടെയും സഞ്ജയുടെയും വിവാഹം താൻ തന്നെ ശരിയാക്കി തരും എന്നും സരു പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ സരുവിന്റെ വാക്കുകൾ കാവേരി കേൾക്കുകയാണ്. തന്റെ രൂപവും മട്ടുമൊക്കെ മാറ്റി ഒന്ന് മോഡേൺ ലേഡിയെ പോലെയാവാൻ അടുത്ത ദിവസം മുതൽ ശ്രമിക്കുവാൻ സരു ആരംഭിച്ചു. ആ നഗരത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഒരു സ്റ്റൈലിസ്റ്റ് ആയിരുന്നു റൂബി. ഇന്ദറിന്റെ ഗേൾഫ്രണ്ടായി സരു റൂബിയെ കണ്ടിട്ടുമുള്ളതാണ്. റൂബിക്കടുത്ത് ഒരു അപ്പോയിന്റ്മെന്റിന് സരു ശ്രമിച്ചെങ്കിലും 3 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നും ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം എന്നുമായിരുന്നു ഓഫീസിൽ നിന്നറിഞ്ഞത്. സരുവിനാണെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അന്ന് രാത്രിയിൽ കാവേരി ഉറങ്ങിയപ്പോ സരു ഇന്ദറിന്റെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്ന സരുവിനെ കണ്ടതും ഇന്ദർ ഒന്ന് അതിശയിച്ചിരുന്നു. ഈ സമയം ഇവളെന്താ ഇവിടെയെന്ന പോലെ സരു ഇന്ദറിനോട് കാര്യം പറഞ്ഞ് അപേക്ഷിച്ചു. ആരും കാണാതിരിക്കാനാ
ഈ സമയത്ത് വന്നത് എന്നും സരു പറയുന്നുമുണ്ട്. തനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യൂ എന്ന് സരു ആവർത്തിച്ച് അപേക്ഷിച്ചു. ഇന്ദറാണെങ്കിൽ മറുപടി പറയാതെ നിൽക്കുകയാണ്. കൃത്യം ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് റൂബി കടന്നു വരുന്നത്. സരുവിനെയും ഇന്ദറിനെയും അവിടെ ആ സമയത്ത് ഒന്നിച്ചു കണ്ട് റൂബി തെറ്റിദ്ധരിച്ചു. ഇന്ദറിനോട് ദേഷ്യപ്പെടാനും ആരംഭിച്ചു. പക്ഷേ ഇന്ദർ പറഞ്ഞു, അവളെന്റെ അയൽവാസിയ, നിന്റെ അടുത്ത് അവൾക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം. അതിന് റെക്കമെൻഡേഷൻ പറയാൻ വേണ്ടിയാ എന്റെ അടുത്തേക്ക് അവൾ വന്നത്. ഏത്, ഈ പുലർച്ചെ 4 മണിക്കോ എന്ന് ധൃതി ചോദിച്ച് റൂബി അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നാലെ സരുവിനെതിരെ തിരിഞ്ഞ് സരുവിന്റെ രൂപത്തെയും മറ്റും അപമാനിച്ച് സംസാരിക്കുകയും സരുവിനോടും ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ദറിനത് ഇഷ്ടപ്പെട്ടില്ല. സരുവിനോട് സോറി പറയാൻ ഇന്ദർ ആവശ്യപ്പെട്ടു. പക്ഷെ റൂബി അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അതോടെ ദേഷ്യത്തിൽ ഇന്ദർ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ അവളോട് പറയുകയാണ്. ദേഷ്യത്തിൽ അവൾ ഇറങ്ങിപ്പോവാൻ പോയെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്ന് കയ്യിലുണ്ടായിരുന്ന ബോട്ടിലെടുത്ത് സരുവിന്റെ നേരെ എറിഞ്ഞു. സരുവിനെ രക്ഷപ്പെടുത്താൻ മാറ്റിയതുകൊണ്ട് ഭിത്തിയിലടിച്ച് പൊട്ടിത്തകർന്ന ബോട്ടിൽ ചില്ലുകൾ ഇന്ദറിന്റെ ശരീരത്തിൽ കുത്തിക്കയറുകയാണ്. സരു അത് കണ്ട് ഏറെ പരിഭ്രാന്തിയായിരുന്നു. പിന്നാലെ ഇന്ദർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. താൻ കാരണമായി ഇതൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് സോറി ചോദിച്ച സരു താനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇന്ദറിന്റെ കൂടെ പോയി. ഇതൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി കാണുന്നുണ്ടായിരുന്നു. സെക്രട്ടറിക്ക് ഉടനടി അയാൾ അത് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. ഇന്ദർ പക്ഷേ നേരെ ആശുപത്രിയിൽ പോയില്ല. പോയത് മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു. അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇന്ദർ വാങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പോലീസ് വണ്ടി ആ വഴി വന്നത്. ഇൻസ്പെക്ടർ ഇന്ദറിനെ കണ്ടിരുന്നു. ഹരിയെന്ന ഇൻസ്പെക്ടർ ഇന്ദറിനടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇന്ദറും ഗൗരവത്തിൽ പ്രതികരിച്ചു. ഹരിക്ക് ചെറിയ തോതിൽ ഈഗോ ഹർട്ടായി. പ്രശ്നത്തിന്റെ പേരിൽ ഇന്ദറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഹരി തീരുമാനിക്കുകയാണ്. പക്ഷേ സരു പോയി ഇൻസ്പെക്ടർ ഹരിക്കടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവന്റെ ഗേൾഫ്രണ്ടിനെയും കൂടി എങ്കി വിളിച്ചു നേരെ സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹരി ജീപ്പിൽ കയറിയതും സരു ചെന്ന് ഹരിയോട് അപേക്ഷിച്ചു. അവന്റെ ഗേൾഫ്രണ്ടിനെ സ്റ്റേഷനിൽ വിളിച്ച വീണ്ടും പ്രശ്നം കൂടെയുള്ളൂവെന്നും അവർക്ക് പിന്നീട് ഒരു സോറിയോ ഐ ലവ് യു പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നും സരു വ്യക്തമാക്കി. സരുവിന്റെ ആ വാക്കുകൾ ഹരിയെ ടച്ച് ചെയ്തിരുന്നു. കാരണം ഹരിയുടെ ഭാര്യയും മരിക്കുന്നതിന് മുമ്പ് ഹരിയോട് പറഞ്ഞിരുന്നത് അതേ വാചകങ്ങളായിരുന്നു. നിങ്ങളുടെ ഈ ജോലിയും തോക്കുമൊന്നും വേണ്ട. ഈ ലോകം പൂർണ്ണമായും ശരിയാക്കാൻ സോറിയെന്നും ഐ ലവ് യു എന്നുമുള്ള രണ്ട് വാക്കുകൾ മതി. അതോടെ തന്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് കോൺസ്റ്റബിളിനോട് ജീപ്പിൽ തന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യിപ്പിച്ച ശേഷം തിരികെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്നാക്കിയേക്കാൻ പറയുകയാണ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോലീസ് ജീപ്പിൽ അവർ വന്നിറങ്ങുന്നത് വാച്ച്മാൻ കണ്ടിരുന്നു. വാച്ച്മാൻ ഉടനടി അത് സെക്രട്ടറിക്ക് വിളിച്ചു പറഞ്ഞു. അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ ഇന്ദർ നേരെ ബെഡിലേക്ക് വീണിരുന്നു. അവൻ തിരിഞ്ഞുകിടന്നതും പുറത്തെ മുറിവിൽ നിന്ന് രക്തമിറ്റുന്നത് സരു കണ്ടു. സരു അവന്റെ പുറത്തെ മുറിവുകൾ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി. അപ്പോഴേക്കും പുലർച്ചയായി കഴിഞ്ഞിരുന്നു. തിരുപ്പതിയിൽ പോയിരുന്ന സരുവിന്റെ പാരന്റ്സും മടങ്ങിയെത്തി. പുറത്തുകൂടിയിരുന്ന സെക്രട്ടറിയും സംഘവും വാച്ച്മാനും കൂടി സരുവിനെയും ഇന്ദറിനെയും കണക്ട് ചെയ്ത് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. അത് കേട്ട് സരുവിന്റെ അച്ഛന് ദേഷ്യം വന്നു. സരു അങ്ങനെയുള്ള കുട്ടിയല്ലെന്ന് പറഞ്ഞ് വാച്ച്മാനോട് അയാൾ കയർത്തതും വാച്ച്മാൻ അയാളെയും കൂട്ടി ഇന്ദറിന്റെ മുറിയിലേക്ക് പോയി. അവിടെത്തിയ അയാൾ ഇന്ദറിനെയും സരുവിനെയും ഒന്നിച്ചു കണ്ടതും പൂർണ്ണമായി തെറ്റിദ്ധരിക്കുകയാണ്. അച്ഛനെ കണ്ട് സരു വലിയ തോതിൽ ഞെട്ടിയിരുന്നു. ദേഷ്യത്തിൽ മുമ്പോട്ട് വന്ന സരസ്വതിയുടെ അച്ഛൻ അവളെ തല്ലി. ഇന്ദറും സരസ്വതിയും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അത് കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. തന്റെ ഭാര്യയെ വിളിച്ച് നമ്മുടെ മകൾ മരിച്ചെന്നും പൂജാരിയെ വിളിക്കണം, അന്ത്യകർമ്മങ്ങൾ ചെയ്യണം എന്നും അയാൾ പറഞ്ഞു. കർമ്മങ്ങളിലേക്ക് അവിടെ കൂടിയിരുന്നവരെ അയാൾ ക്ഷണിക്കുകയും ചെയ്തു. ഞെട്ടലോടെയായിരുന്നു സരസ്വതി അത് കേട്ടത്. ഇന്ദറിനും എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇന്ദർ അവളോട് സോറി ചോദിച്ചു. സരസ്വതി പിന്നാലെ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. എവിടെ പോകുന്നെന്ന് ഇന്ദർ ചോദിച്ചു. ജോലിക്ക് പോവുകയാണെന്നും ഇന്ന് ലീവ് എടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ എന്നുമായിരുന്നു കണ്ണീരോടെ അവൾ പറഞ്ഞത്. ബസ്സിൽ അവൾ പോകുമ്പോ അമ്മ അവളെ വിളിച്ചു. എന്താ നടന്നതെന്ന് ചോദിച്ചു. അമ്മയോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇനിയൊന്നും തിരുത്താൻ താൻ നിൽക്കുന്നില്ലെന്നും താൻ നിന്നാൽ കാവേരിയുടെ വിവാഹം നടക്കില്ലെന്നും സഞ്ജയുമായുള്ള അവളുടെ വിവാഹം നടക്കാൻ ഇതൊരു കാരണമാകട്ടെ എന്നും താനില്ലെങ്കിൽ അവരുടെ വിവാഹം നടന്നോളും എന്നും സരസ്വതി അമ്മയോട് പറഞ്ഞു. ഏറെ ദുഃഖത്തോടെയായിരുന്നു ഓഫീസിലേക്ക് അവൾ എത്തിയത്. ഓഫീസിലെത്തിയവൾ വേദനയോടെ താമസിക്കാൻ ഒരു ഇടമന്വേഷിക്കാൻ ആരംഭിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ ദുഃഖത്തോടെ ഇരിക്കുമ്പോ ഇന്ദർ അവളുടെ അടുത്തെത്തി. അവൾക്കായി താൻ കണ്ടെത്തിയ ഒരു വീടിന്റെ ചാവി അവളെ കാണിച്ചു. പിന്നാലെ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുകയും അവിടെ കാര്യങ്ങൾ ഓക്കെയാക്കിയ ശേഷം സാധനങ്ങൾ വാങ്ങാൻ അവളെ കൂട്ടി മാർക്കറ്റിൽ പോവുകയും ചെയ്തു. മാർക്കറ്റിൽ വെച്ച് തെറ്റിദ്ധരിച്ച സരസ്വതി ഒരു ഗ്ലാസ് ബാങ്ങ് കുടിക്കുകയാണ്. അതോടെ കിറങ്ങലടിച്ചവൾ വേദനയൊക്കെ മറന്ന് പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതൊക്കെ കണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്ത് ഇന്ദറും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അവൾക്കൊപ്പം ഇന്ദറും കൂടി പുറത്തു പോകുമ്പോ ഒരാൾ നടന്നു പോകുന്നതും അയാളുടെ പേഴ്സ് താഴെ വീഴുന്നതും സരസ്വതി കണ്ടു. ഇന്ദർ ഒന്ന് മാറിയതായിരുന്നു. അത് മറ്റൊരാൾ എടുത്തുകൊണ്ടുപോവാൻ ശ്രമിക്കുന്ന കണ്ടതും സരസ്വതി ഓടിച്ചെന്ന് അയാളുടെ പേഴ്സ് വാങ്ങാൻ
ശ്രമിച്ചു. പക്ഷെ അയാളാകട്ടെ സരസ്വതിയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. കൃത്യസമയത്ത് ഇന്ദർ വന്നു. ഇന്ദർ അയാളിൽ നിന്ന് ആ പേഴ്സ് വാങ്ങി. പിന്നാലെ അത് തുറന്നു നോക്കി. അത് ആരുടേതാണെന്ന് കണ്ടതും ഇന്ദറിന് ദേഷ്യം വന്നിരുന്നു. ഇന്ദർ ആ പേഴ്സ് അയാൾക്ക് തന്നെ ഇട്ടുകൊടുത്തു. സരസ്വതി അയാളിൽ നിന്ന് ആ പേഴ്സ് വാങ്ങി ദേഷ്യത്തിൽ പോകുന്ന ഇന്ദറിന്റെ പിന്നാലെ ഓടിച്ചെന്നു. പേഴ്സ് തിരിച്ചു കൊടുക്കണമെന്നും ഇതിൽ മരുന്നുണ്ട്, അയാൾ മരിച്ചു പോവും ചിലപ്പോ എന്നൊക്കെ സരു പറഞ്ഞെങ്കിലും അയാൾ അങ്ങനെ മരിക്കുവാണെ മരിക്കട്ടെ എന്നായിരുന്നു ഇന്ദർ പറഞ്ഞത്. സരസ്വതി തിരികെ ഓടിച്ചെന്ന് പേഴ്സ് അതിന്റെ ഉടമസ്ഥന് കൊടുത്തു. താങ്ക് യു പറഞ്ഞപ്പോ ഇന്ദർ ആണെന്ന മട്ടിൽ ഇന്ദറിനെ വിളിക്കാൻ സരു പിന്നാലെ ചെന്നെങ്കിലും ഇന്ദർ ദേഷ്യത്തിൽ സരസ്വതിയെ തള്ളിയിട്ടു. പേഴ്സ് കിട്ടിയ വ്യക്തി ഓടി വന്ന് സരസ്വതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു. ദേഷ്യത്തിൽ വീട്ടിലേക്കെത്തിയ ഇന്ദർ ആകെ പരിഭ്രാന്തനായി കാണപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോ അവൻ ഓക്കെയായി. സരസ്വതിയോട് സോറി പറയാൻ തീരുമാനിച്ച് സരസ്വതി താമസിക്കുന്നിടത്തേക്ക് അവൻ ചെന്നു. പക്ഷെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ലൈബ്രറിയിൽ പോയി നോക്കിയ സരസ്വതി പോയെന്ന് പറഞ്ഞു. താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നപ്പോഴോ അവിടെയും അവൾ എത്തിയിട്ടില്ല. അതോടെ ഇന്ദർ കൂടുതൽ പരിഭ്രാന്തനായി സരസ്വതിയെ അന്വേഷിക്കുകയാണ്. ഒടുവിൽ അന്വേഷിച്ച് സരസ്വതിയെ അവൻ കണ്ടെത്തി. സരസ്വതിയെ എവിടെ ഇന്ദർ തള്ളിയിട്ടോ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ അവൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താ വീട്ടിൽ പോവാത്തെ എന്നവൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. നീയല്ലേ എന്റെ അടുത്ത് ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞേ, പിന്നെ ഞാനെങ്ങനെ അങ്ങോട്ട് പോവും? നീ തന്ന വീടല്ലേ എന്നായിരുന്നു സരു തിരികെ ചോദിച്ചത്. ഞാനൊരു മൃഗമാണ് സരു എന്ന തരത്തിൽ അവൻ പറഞ്ഞതും നീ സോറി പറയുന്നില്ലേ എന്ന് സരു ചോദിച്ചു. അവൻ സോറി പറഞ്ഞു. സരു കണ്ണീരോടെ അവനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം സരു വീട്ടിൽ എത്തിയിട്ടില്ല എന്നറിഞ്ഞ് അന്വേഷിച്ചിറങ്ങിയ സരുവിന്റെ അച്ഛൻ ടാക്സിയിൽ ആ വഴി വരുമ്പോ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടു. അതോടെ കൂടുതൽ ദേഷ്യത്തിൽ അയാൾ വിറയ്ക്കുകയാണ്. തിരികെ സരുവിനെയും കൂട്ടിക്കൊണ്ട് ഇന്ദർ കാറിൽ പോവാൻ തുടങ്ങി. ആ പേഴ്സ് തന്റെ അച്ഛന്റേതായിരുന്നു എന്നവൻ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ഇന്ദറിന്റെ അച്ഛനെ പറ്റിയും മറ്റും അതിനോടകം വായിച്ചിരുന്ന അവൾ താനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അച്ഛനോട് എനിക്ക് വെറുപ്പാണ് എന്നായിരുന്നു ഇന്ദർ പറഞ്ഞത്. അച്ഛനെ ഒരു വട്ടം നിങ്ങൾ കെട്ടിപ്പിടിച്ച ഈ പ്രശ്നമൊക്കെ തീരും എന്ന് സരു പറഞ്ഞതും അങ്ങനാണ് നിന്റെ അച്ഛനും നിന്നെ തിരിച്ചു സ്വീകരിക്കോ എന്ന് ഇന്ദർ ചോദിച്ചു. അതിനാകെയുള്ള വഴി ഏതെങ്കിലും IIT IIM ബ്രാഹ്മൺ ശാസ്ത്രി പയ്യൻ എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ അത് നടക്കൂ, അതിന് സാധ്യതയുമില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. എങ്കിൽ അതുപോലെ ഒരു കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ഇന്ദർ ചോദിച്ചു. എന്നെപ്പോലെ ഈ ആന്റി ലുക്കിലുള്ള പെണ്ണിനെ ആര് കെട്ടാനാ എന്നവൾ ഒരു ദുഃഖത്തോട് ചോദിച്ചു. അത് കേട്ട ഇന്ദർ ടാക്സിക്കാരനോട് വണ്ടി ധാരാവിയിലേക്ക് വിടാൻ പറഞ്ഞു. ഇന്ദറിന് അവിടെ ചില പരിചയങ്ങളുണ്ട്. മസ്തക്കീൻ ബായുടെ അടുത്തേക്കായിരുന്നു ഇന്ദർ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. മസ്തക്കീൻ ബായുടെ നേതൃത്വത്തിൽ അവളുടെ മേക്ക് ഓവർ നടന്നു. കാണാൻ അവൾ അത്രമേൽ സുന്ദരിയായി മാറിയിരുന്നു. എങ്ങനുണ്ടെന്ന് അവൾ ഇന്ദറിനോട് വന്നു ചോദിച്ചു. ആരും നിന്നെ ഇനി ആന്റി എന്ന് വിളിക്കില്ല, കളിയാക്കില്ല എന്നായിരുന്നു ഇന്ദർ പറഞ്ഞത്. അച്ഛനും അമ്മയും കാവേരിയും എന്നിങ്ങനെ കണ്ടാൽ ഏറെ സന്തോഷിച്ചേനെ എന്നവൾ പറഞ്ഞു. എങ്കിൽ അവരെ പോയി കാണിക്കാം എന്ന് പറഞ്ഞ് ഇന്ദർ അവളെയും കൂട്ടി അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. സരുവിന് ഭയമുണ്ടായിരുന്നു. ഇന്ദർ പക്ഷേ അവളെ ധൈര്യം കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. മടിയോടെയായിരുന്നു സരു അവരുടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച അവളെ അത്രമാത്രം തകർത്തു കളയുന്നതായിരുന്നു. വീടിനകത്ത് അവളുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. അച്ഛനായിരുന്നു അത് ചെയ്യുന്നത്. തന്റെ മകൾ പൂർണ്ണമായി മരിച്ചുവെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു. വേദനയോടെ ഇറങ്ങിപ്പോന്ന അവളുടെ പിന്നാലെ ഇന്ദറും പോന്നു. പാരന്റ്സ് ഇത്ര ക്രൂരന്മാരായിരിക്കും എന്ന കാര്യം ഞാൻ മറന്നേ പോയി എന്ന് ഇന്ദർ പറഞ്ഞു. ഇനി എന്തു ചെയ്യും എന്ന് കണ്ണീരോടെ നിൽക്കുന്ന സരുവിനോട് അവൻ ചോദിക്കുകയാണ്. ഞാനൊരു തോൽവിയൊന്നുമല്ല, പുതിയ സരുവായി ഞാൻ എന്റെ ഓഫീസിലേക്ക് പോവും. ആരെങ്കിലും എന്നെ കോംപ്ലിമെന്റ് ചെയ്ത് ഞാൻ താങ്ക് യു പറയും. നീ എനിക്ക് തന്ന ഈ പുതിയ ഫേസും ലുക്കും ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും നല്ലൊരു പയ്യൻ ഈ സുന്ദരമായ മുഖത്ത് നോക്കി പ്രേമത്തിൽ വീണു കഴിയുമ്പോ എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ എന്നെ വിവാഹം കഴിക്കൂ എന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ വീട്ടിൽ വരും, അച്ഛനെ കാണും, അച്ഛൻ എന്നെ അനുഗ്രഹിക്കും. അവൾ കണ്ണീരോടെ അതൊക്കെ പറയുമ്പോ അവളോട് ഇഷ്ടമുണ്ടായിരുന്ന ഇന്ദർ വേദനയോടെ അതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഏറെ കോൺഫിഡന്റ് ആയി അവൾ തന്റെ ജോലിയിൽ പോയി. ഏവരും അവളുടെ ആ മേക്ക് ഓവറിൽ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ അഭിമന്യു വരെ അവളെ ശ്രദ്ധിച്ചു. അവളെ കണ്ട് അന്നു മുതൽ ഇഷ്ടം തോന്നിയ അഭിമന്യു പിന്നെ ഓഫീസിൽ അവളെ അന്വേഷിച്ചു വരാൻ തുടങ്ങി. മറുവശത്ത് ഇന്ദറാകട്ടെ അവൾക്കായി IIT IIM ബ്രാഹ്മൺ ആളുകളുടെ കല്യാണാലോചനയുമായി അവളെ തേടിയെത്തി. താൻ സ്നേഹിക്കുന്ന പെണ്ണിന് സ്വയം കല്യാണം ആലോചിക്കുന്ന അവസ്ഥ. ചെറിയൊരു പനി വന്നതുകൊണ്ട് കുറച്ചു ദിവസം അവൾ ഓഫീസിൽ പോയിരുന്നില്ല. പിന്നീട് സരു ഓഫീസിൽ പോയ ദിവസം അഭിമന്യു അവളെ വന്ന് കണ്ടു. അവളെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അവൻ പറഞ്ഞു. സരുവിനും വലിയ സന്തോഷം തോന്നിയിരുന്നു. വൈകാതെ സരു ആ കാര്യം ഇന്ദറിനോട് പറഞ്ഞു. ഞാൻ അതിനൊക്കെ പറയട്ടെ എന്ന് ഇന്ദറിനോട് അവൾ ചോദിച്ചപ്പോ വേദനയോടെയെങ്കിലും നിനക്കിഷ്ടമാണെങ്കിൽ ഓക്കെ പറയൂ എന്നായിരുന്നു അവൻ പറഞ്ഞത്. സരുവും അഭിമന്യും തമ്മിലുള്ള എൻഗേജ്മെന്റും മറ്റും നടക്കുമ്പോഴും മറ്റും ഇന്ദറും അവിടെ ഉണ്ടായിരുന്നു. അവനേറെ വേദനിച്ചു. സരുവിന്റെ കൂട്ടത്തിൽ ആരുമില്ലാത്തതുകൊണ്ടും അവളെ ഹെൽപ്പ് ചെയ്യാൻ വിവാഹത്തിന് കൂടി ആരുമില്ലാത്തതുകൊണ്ടും സരു ക്ഷണിച്ച
വെച്ച് ഇന്ദർ എപ്പോഴും പോയി. വിവാഹത്തിന് സാരി എടുക്കാൻ അവർ പോയപ്പോ അവിടെ കാവേരിയുടെ വിവാഹത്തിന് അവളുടെ കുടുംബം വസ്ത്രമെടുക്കുകയായിരുന്നു. തന്നെ അതുപോലും അറിയിച്ചില്ലല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം വന്നു. ഇന്ദർ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. അവളുമായി മസ്തക്കീൻ ബായുടെ അടുത്തു ചെന്നു. ബായിൽ നിന്നും നല്ലൊരു മികച്ച സാരി അവൾക്കായി വാങ്ങിക്കൊടുത്തു. ഇന്ദർ ഏറെ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കാർഡ് കൊടുക്കാൻ സരു ഇന്ദറെ വിളിച്ചു വരുത്തി. ആ സമയമാണ് അഭിമന്യു തുർക്കിയിലേക്ക് ജോലിക്കായി പോകുന്നെന്നും വിവാഹം കഴിഞ്ഞ് താനും അവനൊപ്പം പോവുമെന്നും അവൾ അവനോട് പറയുന്നത്. ഇന്ദർ വേദനിച്ചു. അതിനുവേണ്ടി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നെന്നും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്റെ വിവാഹത്തിന് നീ എന്തായാലും വരണമെന്നും എന്റെ സൈഡിൽ നിന്ന് ആകെ നീ മാത്രമേ അല്ലേ ഉള്ളൂ എന്നും ഒരു വേദനയോടെ സരു പറയുന്നുണ്ടായിരുന്നു. ഇന്ദർ അവിടെ നിന്ന് സരുവിന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന വേദനയിൽ നടന്നു വരുമ്പോ ബസ്സിൽ അവളുടെ അച്ഛൻ പോകുന്ന കണ്ടു. ബസ്സിന് പിന്നാലെ ഓടിയ ഇന്ദർ ആ കാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചു. സരു IIT IIM ബ്രാഹ്മൺ ശാസ്ത്രി പയ്യനെയാണ് വിവാഹം കഴിക്കുന്നതെന്നും അവളുടെ സൈഡിൽ നിന്ന് ആരുമില്ലെന്നും അദ്ദേഹത്തോട് വിവാഹത്തിന് വരണമെന്നും അവൻ ഓടിക്കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അവനെ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വിവാഹത്തിന്റെ ദിവസം എത്തി. രജിസ്റ്റർ മാരേജ് ഓഫീസിലേക്ക് സരുവും ഇന്ദറും വന്നു. അഭിമന്യുവിനായി കാത്തിരുന്നു. പക്ഷേ സമയമേറെ കഴിഞ്ഞിട്ടും അഭിമന്യുവിന്റെ കുടുംബം വന്നിരുന്നില്ല. സരുവിന്റെയും അഭിമന്യുവിന്റെയും കൊളീഗ്സ് അവിടുണ്ടായിരുന്നവർ സരുവിനെ പുച്ഛത്തോടെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ ഇന്ദറിനൊപ്പം അവൾ അഭിമന്യുവിന്റെ ഫ്ളാറ്റിലേക്ക് ചെന്നു. എന്താ വരാതിരുന്നത് എന്ന മട്ടിൽ ദേഷ്യത്തിൽ ചോദിക്കാൻ തുടങ്ങി. എന്റെ അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് നോ പറഞ്ഞു എന്നായിരുന്നു അഭിമന്യു പറഞ്ഞത്. അത് കേട്ട് സരുവാകെ വല്ലാതാകുന്നുണ്ട്. അങ്ങോട്ടേക്കെത്തി ഇന്ദറിനോടും അവൾ ആ കാര്യം പറഞ്ഞു. ഇന്ദർ അഭിമന്യുവിനോട് എന്താ ബ്രദർ എന്ന മട്ടിൽ ചോദിച്ച് അപേക്ഷയുടെ മട്ടിൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ദേഷ്യം വന്നിരുന്ന സരുവാണെങ്കിൽ അവനെ അടിക്കിന്ദർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭിമന്യുവിന്റെ അച്ഛൻ കടന്നു വന്നു. വീട്ടുകാർ തന്നെ കർമ്മം നടത്തിയ പെൺകുട്ടിയെ വീട്ടിലേക്ക് മരുമോളായി കൂട്ടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഞങ്ങൾ അത്രയ്ക്ക് ലിബറൽ ഒന്നുമല്ല. അയാളത് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയതും സരു വേദനയോടെയായിരുന്നു അത് കേട്ടത്. മുമ്പിലേക്ക് ചെന്ന സരു കണ്ണീരോടെ പറഞ്ഞു, അഭിമന്യു, ഇവരുടെ പെർമിഷൻ ഒരു ഫോർമാലിറ്റി മാത്രമാണെന്നല്ലേ നീ പറഞ്ഞേ? നീ സമ്മതിച്ച അവരും സമ്മതിക്കുമെന്ന്. എന്നിട്ടിപ്പോ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. അഭിമന്യുവിന്റെ ഫ്ളാറ്റിന്റെ വാതിലടച്ച് ഇന്ദറിനൊപ്പം നേരെ പുറത്തേക്ക് പോന്നു. കാറിനടുത്തേക്ക് എത്തിയതും ഇന്ദറിനടുത്ത് സരു ദേഷ്യപ്പെട്ടു. അവനെ അടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ അടിക്കാതിരുന്നേ എന്ന് സരു ഇന്ദറിനോട് ദേഷ്യത്തിൽ ചോദിച്ചപ്പോ ഞാൻ അവനെ തല്ലിയ നിനക്കൊരു സെക്കൻഡ് ചാൻസ് പോലും കിട്ടില്ല, അതുകൊണ്ടാ എന്ന് ഇന്ദർ പറഞ്ഞു. എന്തു സെക്കൻഡ് ചാൻസ്? അവനൊരു സെക്കൻഡ് ചാൻസ് ഡിസർവ് ചെയ്യുന്നേയില്ല. ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ എൻഗേജ്മെന്റ് റിംഗ് ഊരിയെറിഞ്ഞു. തന്റെ മേക്കപ്പുകൾ മൊത്തം തുടച്ച് അലങ്കോലമാക്കി. വേദനയോടെ കരഞ്ഞവളെ ഇന്ദർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ ഇന്ദറിനെയും കൂട്ടി നേരെ പോയത് ഹണിമൂണിനായി അവർ ബുക്ക് ചെയ്തിരുന്ന സ്യൂട്ട് മുറിയിലേക്കായിരുന്നു. അലങ്കരിച്ച ആ മുറി കണ്ടതും അവൾക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല. പൂവൊക്കെ തട്ടിക്കളഞ്ഞ് അലങ്കാരമൊക്കെ നശിപ്പിച്ച് അവൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്ദർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കണ്ടില്ലേ ഇന്ദർ, ഞാൻ സുന്ദരിയായി മാറിയിട്ടും മേക്ക് ഓവർ ചെയ്തിട്ടും ആരും എന്നെ കല്യാണം കഴിക്കുന്നില്ല. അവൾ വേദനിച്ചിരുന്നു. ആ വേദനയിൽ തന്റെ കൂടെയുള്ള ഇന്ദറിനോടൊപ്പം സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഇന്ദറിന് അപ്പോൾ അത് പറ്റില്ലായിരുന്നു. ഇന്ദർ പോവാൻ തുടങ്ങിയപ്പോ സരു അവനോട് അപേക്ഷിച്ചു. ഇതിന്റെ പേരിൽ നീ എന്നെ വെറുക്കും എന്ന തരത്തിൽ ഇന്ദർ അവളോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അങ്ങനല്ലെന്ന് ഇന്ദറിനോട് പറഞ്ഞു. അന്ന് അവരിരുവരും ഒന്നാവുകയാണ്. പിറ്റേന്ന് പുലർച്ചെ ഇന്ദർ ഉണരുമ്പോ സരു അടുത്തുണ്ടായിരുന്നില്ല. ഇന്ദർ കണ്ണാടി വഴി പുറത്തേക്ക് നോക്കിയപ്പോ കണ്ടത് അഭിമന്യുവും സരുവും സംസാരിക്കുന്നതായിരുന്നു. കാര്യമായി എന്തൊക്കെയോ പറഞ്ഞ അഭിമന്യു സരുവിനെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. ദേഷ്യത്തിലും വേദനയിലും ഇന്ദർ അത് നോക്കിക്കണ്ടു. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് സരുവിന്റെ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇത്തരത്തിലായിരുന്നു: അഭിമന്യു എന്നെ കാണാൻ വന്നു. നിന്നോട് സോറിയാണോ നന്ദിയാണോ ഗുഡ് ബൈ ആണോ പറയേണ്ടത് എന്നെനിക്കറിയില്ല. ആ മെസ്സേജ് കണ്ടതും ഇന്ദർ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൻ ആ ഫോൺ വലിച്ചെറിഞ്ഞു. ഇനി എന്താവും സംഭവിക്കുക? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.